ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്റെ അച്ഛനെ വിവരം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ വരുമ്പം വായിരിക്കുന്ന കേക്ക. ഓ നമ്മുടെയൊക്കെ അച്ഛന്റെ വായി നാക്ക, ഇവർ അച്ഛന്റെ വായി കേക്ക. വായിരിക്കുമ്പോ എന്റെ അച്ഛൻ പറയുന്നത് കേൾക്കാനാ ഞാൻ പറഞ്ഞു. എന്താ പറയാനെ കൊണ്ടാ ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരട്ടെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ധാരണ സ്വന്തം ശരീരം സഞ്ചിക്കത്തിട്ടുണ്ട് വരുന്നത്. കുഞ്ഞുമോളെ എത്ര നാളായി കണ്ടിട്ട്? കാണുമ്പോഴേ കിട്ടുന്ന ഉമ്മ തന്നില്ല. തലയും കിട്ടുന്ന തരാം. ഒന്നും കൂടെ. എന്താ രണ്ടു കൂടെ ഉണ്ടായിരുന്നു കറുത്ത, അതും അങ്ങ് അരച്ചു. നേരം എവിടെ ആയിരുന്നു പറ. നീ വിളിക്കുമ്പോ കയറി വരാൻ പറ്റുമോ? എനിക്ക് എവിടെ പോയി കിടക്കുന്നു? ഞാൻ അടൂര് ട്രഷറി പോയാലായിരുന്നു. എവിടെ? അടൂര് ട്രഷറി. അതിന് അച്ഛന്റെ പെൻഷൻ വരുന്നത് പത്തനംതിട്ട ട്രഷറിയില്ലയോ? ഞാൻ ഇന്നും പത്തനംതിട്ട ട്രഷറിയിലോട്ട് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും നളിനാശൻ ചേട്ടൻ അങ്ങോട്ട് പോവാന്ന്. ഞാൻ പറഞ്ഞു പത്തനംതിട്ട ട്രഷറി പോവാന്ന് പറഞ്ഞു. എന്റെ ട്രഷറിയുടെ പ്രഷറിൽ പത്തനംതിട്ട ട്രഷറി തെറിച്ച് അടൂര് പോയി. ദൈവമേ, എനിക്ക് വയ്യ. എന്നാലും നളിനാക്ഷനളിയോ ഒമ്മനക്കുട്ടൻ നള്ളിയോ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് പുതപ്പ് മടക്കി വെച്ചേക്കുമായിരിക്കും. അന്ന കാലം നിൽക്കാതിരിക്കുക, കൊച്ചു ചായ ഇട്ട് തരും. ചായ എടുക്കാൻ പോകാന്നോ? ആണ്. രാവിലെ പ്ലാസ്റ്റിക്കിൽ എനിക്ക് ഷുഗർ ഇല്ലെന്ന് കണ്ടു കേട്ടോ. അഞ്ചാര കലക്കി കൊടുക്കാൻ പറയുക, കലക്കി കൊടുക്ക. കെട്ടിയോള് പഞ്ചസാര കലക്കി തരത്തില്ല ചായക്കകത്ത്. പിന്നെന്താ വാളംപൊഴിയാ പിടിഞ്ഞൊഴിക്കുന്നത്? ഒമ്മനക്കുട്ടൻ നള്ളിയോ പിന്നെ എന്താ സാമ്പ്രാണി കൊണ്ടുവരാഞ്ഞേ? സാമ്പ്രാണിക്കോ? മറ്റേ കല്യാണ ഭാര്യയുടെ മറ്റേ സംഭവമില്ല പേര്? സാമ്പ്രാണി എന്നല്ല, സഹധർമ്മിണി. ആ സാധനത്തെ എന്താ കൊണ്ടുവരാഞ്ഞേ? അവളങ്ങ് ദൂരെ കല്യാണത്തിന് പോയേക്കുവാ. എവിടെ? അളിയെന്താ പോകാൻ ട്രിവാൻഡ്രത്ത് കല്യാണം? ഞാൻ ഈ ദൂരെയൊന്നും കല്യാണത്തിന് പോകാറില്ല അളിയാ. ആ യാത്രയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അതാ. അതൊന്നുമല്ല, പിന്നെ അവിടുത്തെ സദ്യ ഉണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് വിശക്കും. ഞാൻ ടൂറിസ്റ്റ് ബസ്സിലെ സ്പോഞ്ച് കടിച്ചു പറിച്ചു തിന്നും. അതുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിലാണ് കല്യാണത്തിലേക്ക് പോകുന്നത്. അത് കൊള്ളാം. അതാകുമ്പോ കേറി ഇറങ്ങിത്തില്ലല്ലോ. അതെ അതെ അതെ. അളിയനിപ്പോ കല്യാണത്തിനൊന്നും പോകാറില്ലയോ? ഇല്ല, ഞാൻ ഈ കൈക്ക് സുഖമില്ല, അതുകൊണ്ട് പോകത്തില്ല. ശരിയായിട്ടേ പോകുന്നുള്ളൂ ഞാൻ. കൈക്ക് എന്ത് പറ്റിയത്? അത് നമ്മളെ പുളിങ്കിയിലെ പ്രസാദിന്റെ മോടെ കല്യാണം ഇല്ലായിരുന്നു? കഴിഞ്ഞ നടന്നേ. അന്ന് ഞാൻ പോയായിരുന്നു. തൊട്ടപ്പുറത്തിരുന്നവന്റെ ഇലയിൽ നിന്ന് പഴം എടുത്തെന്ന് പറഞ്ഞ് 2 ഡെസ്കിന്റെ ഇടയ്ക്ക് വെച്ച് ഞറക്കി കളഞ്ഞു. വല്ലവരും പഴം തപ്പാ ഇയാളുടെ സ്വന്തം പഴമില്ലായിരുന്നു, അത് തിന്നത്തില്ലായിരുന്നു ഇയാൾ. അല്ല, എനിക്ക് 2 പഴം വേണം. ഒന്ന് പ്രഥമന്റെ കൂടെ ഞെവടി അടിക്കാനും, പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ നാരങ്ങയും പപ്പടവും പിടിച്ച് പഴവും ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ എല്ലാവരും അറിയണ്ടേ? 2 പഴം വേണം. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഈ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലയോ? ഞാൻ ഇറങ്ങത്തില്ല. എന്താ ഈ ഇറങ്ങി കഴിഞ്ഞ് യാത്രാ സൗകര്യം, നമ്മൾ ഈ മലമോട്ടിലല്ലേ, നമ്മൾ ഒറ്റ വീടല്ല ഉള്ളൂ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത്. ഇവിടെ ബസ് സൗകര്യം ഇല്ല. അല്ലാതെ ഞാൻ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങോട്ട് ബസ്സില്ലെന്ന്. അങ്ങനെ വണ്ടമ്പേട്ടി വന്നു കഴിഞ്ഞപ്പോൾ ചെറുക്കൻ സ്കൂട്ടർ അടിച്ചിട്ട് പോകുന്നു. ഞാൻ കൈ കാണിച്ചിട്ട് ചെറുക്കൻ്റെ പറഞ്ഞു മനെ എന്നെ അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഹെൽമെറ്റ് ഇല്ലാതെ പുറകെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. ഇല്ല, ഭയങ്കര ഓഫൻസ് അത്. പിന്നെ എന്താ അവരെന്നെ ഇവിടെ കൊണ്ടുവിട്ടു. അതെങ്ങനെ? അവിടെയാണ് എന്റെ ബ്രില്യൻസ് വർക്ക് ചെയ്തത്. എന്തോ സംഭവം? ഞാൻ അവിടുത്തെ ഒരു ചണം ചാക്ക് വാങ്ങി ചെറുക്കൻ്റെ കൊടുത്ത് പറഞ്ഞു എന്നെ ചാക്കി കെട്ടി പുറകെ വെച്ചിട്ട് കൊലയാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവൻ ഈ മേളിൽ കൊണ്ട് എന്നെ അയച്ചു വിട്ടു. അങ്ങനെ ഞാൻ ഇവിടെ വന്നത്. ആ ചാക്ക് കഴിക്കണ്ടായിരുന്നു. ഈ കൊല അവൻ വീട്ടിൽ കൊണ്ട് പഴുപ്പിച്ച് ഇരിച്ചങ്ങ് തിന്നേനെ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ മഴ വരുന്നൊന്നും ഞാനേ മുറ്റത്തിന്റെ തുണി അലക്കിയിട്ടിട്ടുണ്ട്. ഉടുപ്പും മുണ്ടും ഒക്കെ അത് എടുത്തോണ്ട് വരട്ടെ. കൊച്ചെടുത്ത് എടുത്തില്ലയോ എന്റെ ഉടുപ്പും മുണ്ടുവോ? അവൾ എന്റെ ഉടുപ്പും മുണ്ടും എടുത്തിട്ടാ പിന്നെ ഞാൻ എന്തോ എടുത്തിടും? അതല്ലേ അവിടുത്തെ കൊച്ചെടുത്ത് പെരക്കകത്ത് മടക്കിയെടുത്ത് വെക്കുന്നില്ലെന്ന്. പറ്റത്തില്ല. എന്റെ സാധനം മറ്റൊരുത്തിനെ കൊണ്ട് ഞാൻ തൊടിയിക്കത്തില്ല. ഓ ഭയങ്കര നിർബന്ധബുദ്ധിക്കാരനല്ലയോ? പിന്നെ നിർബന്ധം കണ്ടുപിടിച്ച് ഞാൻ കുഞ്ഞയ്യേ ചായ നല്ല മനുഷ്യൻ കേട്ടോ. നമ്മളൊന്നും കണ്ട പോലല്ല. ആ രൂപത്തിലും ഭാവത്തിലും മാത്രമേ ഉള്ളൂ, മനസ്സ് മൊത്തം ദുഷിപ്പാ. ആര് പറഞ്ഞു? ഞാൻ പറയുന്നത് അച്ചായിയോട് ഞാൻ ഫോണിൽ വിളിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നല്ല, അനൂപേട്ടന്റെ പൈസ മൊത്തം എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരണമെന്ന് അച്ചായി പറയണമെന്ന്. എനിക്ക് നല്ല മനുഷ്യന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ എന്റെ ഈ അനുവദിക്കുന്നില്ല, എന്റെ അഭിമാനം അനുവദിക്കുന്നില്ലെന്ന്. അച്ചായിക്ക് ഞാനാണോ വലുത്, അത് അങ്ങനെയാണോ വലുത്? ആണോ? ഞാനെങ്ങനെ ചോദിക്കണമെന്ന് പറയാൻ കണ്ടോ? നല്ല രീതിയിൽ സംസാരിച്ചാൽ ഒന്നും നോക്കത്തില്ല, നല്ലതായിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കണം. ഉപദ്രവിക്കണം. ഇറക്കി വിട്ടാലും വേണ്ടില്ല, നമ്മുടെ ആവശ്യം നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അപ്പൊ ഞാൻ ഉപദ്രവിക്കണം. വാങ്ങിച്ചപ്പോ ഈ ഡിസൈൻ ഇല്ലായിരുന്നല്ലോ. കാക്കക്കാട്ടോ അവനെ കുട്ടനല്ലയോ? മുണ്ടൊക്കെ ഉണങ്ങിയോ? മുണ്ടക്കായ മാത്രമല്ല, കേരളം മൊത്തം ഉണങ്ങി. അമ്മാതിരി ചൂടല്ലയോ? അങ്ങനെ ചോദിച്ചേ, ഈ മുണ്ടൊക്കെ ഉണങ്ങിയോന്ന് ചോദിച്ചായിരുന്നു. അതുണങ്ങി. അല്ലയോ ഈ വടി എന്തിനാ എപ്പോഴും ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്? ഈ വടി കൊച്ചക്കിരിക്കാൻ പേടി. എന്റെ കൂടെ വരുവാ അവൻ. ഇത് പണിയിപ്പിച്ചാത്ത ഈ സാധനം വടിയാന്നോ? അല്ല ഈ നാക്ക് അല്ല ഇങ്ങനെ പറഞ്ഞു കയറ്റി വിടുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. പാരമ്പര്യം. ഞാൻ ഈ പണ്ടൊക്കെ ഇങ്ങനെ വടി ഇങ്ങനെ കറക്കുമായിരുന്നു. അറിയാതാ, അത് ശീലമില്ലാത്തോണ്ട്, എടുത്ത് പ്രയോഗിച്ച് ശീലമില്ലാത്തോണ്ട്. ഞാനേ അറിയാതൊക്കെ ഇതിൽ കറക്കുന്ന സമയത്തേ ഇങ്ങനെ കൊള്ളും. അത് ഈ പരിചയമില്ലാത്ത ഇങ്ങനെ കറക്കുമ്പോ കൊള്ളുന്ന സംഭവം. പുന്നമടക്കായല്ലേ വള്ളംകളിക്ക് വന്നിട്ടുണ്ടോ? അവിടുത്തെ ആദ്യത്തെ തോട ഞാനാ തുടങ്ങിയത്. അന്ന് തോറ്റായിരുന്നില്ലയോ? അതെന്താ? കൊള്ളിക്കാൻ അറിയത്തില്ലല്ലോ.
തലയിൽ ഒരു ചവിട്ട് കൊടുക്കുക, എങ്ങനെയെങ്കിലും അക്രമാസക്തനാക്കിയിട്ട് നമ്മുടെ കാര്യം നേടിയെടുക്കണം. അളിയോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ? എന്താ പറയാനാളിയാ ഇങ്ങനെ പണിയും എന്തോ ചോദിക്കും. അതെ എന്റെ അളിയ എന്തുവേലും പറയാനുണ്ടെങ്കിൽ പറ. വളച്ചു കുത്തി പറയാതെ അതിനുള്ള അവസരമായത്. അവിടെ ഇരുത്തിയിട്ട് പള്ളക്ക് വിട്ടു. ഇരിക്കണോ? ഏട്ടന്റെ കാര്യം ചോദിക്കും, അനുവേട്ടന്റെ കാര്യം ചോദിക്കും. ചെറുക്കനൊക്കെ ഇപ്പൊ വിളിക്കാറുണ്ടോ? വിളിക്കും. അവന് ആഴ്ചയിൽ ഒരു തവണയൊക്കെ വിളിക്കും. അവൻ എന്നെ എന്നും വിളിക്കും. എപ്പോഴും വിളിച്ചു. കസ്റ്റമർ കോൾ പോലും ഇങ്ങനെ അങ്ങനെ എനിക്ക് വരുന്നില്ല. അതുപോലെ വിളിച്ചത് ഫോൺ ഞാൻ എന്താ കാണിച്ചത്? അവന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത്. എന്തോ പരിപാടിയാണ് കാണിച്ചത്? അനുവേട്ടന്റെ നമ്പർ ഇതിന് അച്ഛയുടെ ഫോണിൽ ഡിലീറ്റ് ചെയ്തത്. ആവശ്യമില്ലാത്ത പൈസയും സമയം കളയുന്ന എന്തിനാ? ആ സമയം കൊണ്ട് പണിയെടുക്കത്തില്ല. ഉണ്ടോ? ഇത് നമ്മുടെ അനൂപിന്റെ നമ്പരല്ല. എല്ലാം ഞാൻ അനൂപെന്ന് ഇട്ട് വെച്ചേക്കുന്നത് പെണ്ണുമ്പിള്ള മകായിരിക്കാൻ അളിയോ എന്തോ ഇത്രയും പ്രായമായാലും ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും മെനു കാർഡ് നോക്കുന്നതിന് കുഴപ്പമുണ്ടോ? ആരും പറഞ്ഞോടിക്കാതെ. അത് പിന്നെ ഈ ചെറുക്കൻ അയച്ചു തരുന്ന പൈസ ഒക്കെ എന്ത് ചെയ്യുന്നു? അപ്പൊ ചെറുക്കൻ അയച്ചു തരുന്ന പൈസ എന്ത് ചെയ്യുന്നു അറിയണം. ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം. എന്നാ പുറയിലൊരു മരം വീണ് കിടപ്പുണ്ട്, പോയി നീക്കിയിട, എന്നിട്ട് പൊക്കോ. അപ്പൊ ഒരു നീക്കുപോക്കായില്ലേ? എന്റെ പൊന്നച്ചാ ഈ കാര്യം അങ്ങ് ഡയറക്റ്റ് ആയിട്ട് പറയാം അങ്ങോട്ട്. എന്റെ മകളെ ഇത്ര നാളും വളർത്തി ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് പഠിപ്പിച്ച് ഇവിടെ അയച്ചതിൽ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളും ഈ കാര്യ ഗൗരവങ്ങളും എന്നെ അറിയിക്കുകയും തൽപ്രകാരം എന്നെ ഇവിടെ ക്ഷണിക്കപ്പെടുകയും ഞാനിവിടെ വരികയും ഈ പ്രശ്നത്തിന്റെ പേരിൽ അടുത്ത നിയമസഭയിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മോളുടെ കാര്യത്തിൽ എന്റെ മോളുടെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഈ വേദനകൾ സർക്കാർ കാണണമെന്നും അടുത്ത പഞ്ചായത്ത് ഇലക്ഷന്റെ നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കത്തില്ല എന്നുള്ള പേരിലും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളൊന്നും സംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് കൃതജ്ഞത അർപ്പിക്കാൻ സ്വപ്ന മേഡത്തെ സമ്മേളനം കൂടുവന്നത് ആണോ? എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനും ഞാൻ അച്ചായി വിളിച്ചു വരുത്തിയത്. ഡയറക്റ്റ് ആയിട്ട് കാര്യം അങ്ങോട്ട് പറയാ അച്ചായി. അവനെ കുട്ടിയോ എന്തോ നല്ല അളിയാ ഇനി പൈസ അയക്കുമ്പോ കൊച്ചിന്റെ പേരിൽ അയക്കാൻ പറയണം, നിങ്ങളുടെ പേരിൽ അയക്കരുത്. അതാ. അയ്യോ അത് പറ്റത്തില്ല. പക്വതയില്ലെന്ന് വെക്കാം. അതെങ്ങനെ പിന്നെ അയച്ചു കൊടുക്കും ഞാൻ? ഈ വീട്ടിലെ കാര്യങ്ങൾ എന്റെ പെണ്ണ എന്റെ കുഞ്ഞാ നോക്കേണ്ടതല്ല, അല്ല ഇയാളല്ല നോക്കേണ്ടത്. എന്റെ പൊന്ന് നല്ല അളിയാ പറ്റത്തില്ല. പൈസ അവക്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഇല്ല, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവനോട് പറയാം പകുതി പൈസ നല്ല അളിയെ അയച്ചു തരാൻ. പറ്റത്തില്ല. പറ്റാതെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് പൊളിക്കൂ. അത് കൊള്ളാവില്ല അച്ചായി, അത് കൊള്ളാവില്ല. എന്റെ പേര് അയക്കാൻ പറയാ, അതിനല്ലേ വിളിച്ചത്. എന്റെ പേര് പൈസ അയച്ചാൽ അളിയും പറഞ്ഞല്ലോ, അതൊക്കെ സംഭവിച്ചാൽ ഓക്കെ. അളിയന്റെ പേര് പൈസ അയച്ചാൽ ഇവള് ചെലവാക്കാൻ അറിയത്തില്ല. ദൂർത്താന്ന് ഇവള്. ഓഹോ, അച്ഛനും അമ്മയച്ഛനും അങ്ങ് ഒരുമിച്ചായി. എനിക്ക് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീടും പെരടും എല്ലാം നിർത്തി കത്തിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും. ഈ ബന്ധം ഞാൻ വേടാൻ നോക്കും. ഞാൻ പറഞ്ഞേക്കാം. നീ അങ്ങനെ വീട്ടോട് വരാന്ന് ഒരു കാര്യം കൂടെ ചെയ്യണം. എന്തുവാ? നിന്നെ വളർത്തി എന്നെ പഠിപ്പിച്ച് എന്നെ കല്യാണത്തിന് ചെലവ് കണക്ക് തീർത്ത് എനിക്ക് തന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാ മതി. അളിയോ പറയൂ കുട്ടനളിയാ. അളിയൻ ഇപ്പൊ പറഞ്ഞ അതേ ഐഡിയയാണ് ഞാൻ എന്റെ മോന്റെ അടുത്ത് കാണിക്കുന്നത്. എനിക്ക് ചെലവായ മൊത്തം പൈസയും തരാതെ 5 പൈസ അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. അങ്ങനെ വേണം. കണ്ടോ സ്വന്തം മക്കളെ വളർത്തിയതിന്റെയും കണക്ക് പറയുന്ന 2 തന്തമാര്. ഇപ്പൊ ഞങ്ങൾ കണക്ക് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഒരു കിടപ്പിലാകുമ്പോ ഞങ്ങളുടെ കാര്യം കണക്കാക്കാം മോള്.